താങ്കൾ ഒരുപാട് അപരന്മാരുടെ വേഷത്തിലൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തെങ്കിലും ശബ്ദാനുകരണത്തിൽ താങ്കൾക്കുള്ള പ്രത്യേക പ്രാവീണ്യം? ശബ്ദാനുകരണം സാധാരണ കോട്ടയം നസീറും അവരൊക്കെ ഉള്ള സമയത്താണ് ഞാൻ മിമിക്രി കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ആരുമില്ല, ഇപ്പൊ താങ്കൾ മാത്രമേ ഉള്ളൂ. അതെ, അതുകൊണ്ട് ഞാൻ എനിക്കറിയാവുന്ന ഒരു നടനെടുക്കാം. ആരാണ്? തിക്കൃശി സുകുമാരനെ. മലയാള സിനിമയുടെ കാരണവരെന്ന് വിശേഷിപ്പിക്കുന്ന അനശ്വരനായ തിക്കൃശി സുകുമാരൻ നായരുടെ ശബ്ദം സാജു കൊടിയനിലൂടെ കാണാം. കിട്ടുന്നതിൽ ഒരു ഓഹരി എനിക്കും ബലരാമനും കൂടി തരാമെങ്കിൽ ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനൻ കണ്ണന്റെ മാറിലേക്ക് കെട്ടുമതിയിൽ പ്രയോഗിച്ചില്ലേ? തത്വ മാത്രമാണ് മുന്നിൽ. ഞാൻ പറഞ്ഞു പറ്റുന്നതിന്റെ അർത്ഥം മനസ്സിലായോ? ഇല്ലെങ്കിൽ ഈ പദ്ധതി ഇവിടെ വെച്ച് നിർത്താം. താങ്ക് യു. വാജ്പേയിയുടെ ശബ്ദങ്ങൾ വാജ്പേയിയുടെ അപരനായിട്ട് താങ്കൾ ഒരുപാട് അറിയപ്പെടുന്ന ഒരു കലാകാരനാണ്. എന്താണ് ഇതിന്റെ ഒരു പ്രചോദനം? ഞാൻ വിവാഹം കഴിച്ചതിന് ശേഷം ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു ഗൾഫ് ടൂറിന് വേണ്ടി പുറപ്പെട്ടു. വിവാഹം കഴിച്ചത് കൊണ്ടാണോ വീട്ടിൽ നിന്ന് മാറിയേണ്ടി വന്നത്? ഇല്ല, നാട്ടുകാർ തല്ലി ഓടിച്ചതാണ്. സാധനല്ല ഇഷ്ടം. ഓക്കെ, അപ്പൊ അങ്ങനെ ഗൾഫ് ടൂർ വന്ന സമയത്ത് ഇന്നത്തെ മാതിരി മൊബൈൽ ഫോണോ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നുമില്ല, വീട്ടിൽ ഫോണും ഇല്ല. താങ്കൾ ദ്വാപര യുഗത്തിലാണോ കഴിഞ്ഞത്? യെസ്, 10 വർഷം മുമ്പ്. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു, എന്നെ കാണാതിരുന്നിട്ട് നിനക്ക് വിരഹതയൊന്നും തോന്നിയില്ലല്ലോ? അപ്പോൾ വൈഫ് പറഞ്ഞു, ഇല്ലല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടി വിയിൽ വാജ്പേയിനെ കാണിക്കുന്നത് കൊണ്ട് അത് വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ കൂട്ടുകാർ പറയും, നിന്റെ ഫോട്ടോ പേപ്പറിൽ കിടപ്പെടുന്നത്. ഞാൻ ഓടിച്ചെന്ന് പേപ്പർ തുറന്നു നോക്കുമ്പോൾ വാജ്പേയി ഇങ്ങനെ ചിരിച്ചേണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഒരു പ്രചോദനം കിട്ടി. വാജ്പേയി എല്ലാവരും കാണുന്നത് പോലെ തന്നെ ഞാനും കണ്ടു. പക്ഷെ ഞാൻ കണ്ടപ്പോൾ കുറച്ച് എക്സ്ട്രാ കൂടുതലിട്ട് കണ്ടു. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ മാനരസ്യങ്ങൾ എന്താണെന്ന് ഞാൻ പഠിക്കാൻ ശ്രമിച്ചു. അതിലൊരു ചെറിയ ഉദാഹരണം കാണിച്ചു തരാം. 19 ദിവസം മാത്രം വാജ്പേയി ആദ്യം അധികാരത്തിലിരുന്നു. 19 ദിവസം, അത് കഴിഞ്ഞ് 19 മാസം. അപ്പോൾ ആദ്യം 19 ദിവസം അധികാരത്തിലിരുന്നപ്പോൾ അദ്ദേഹം നടന്നതും കാൽമുട്ടിന് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നടന്നതും 2 വിധത്തിലാണ്. ആദ്യം 19 ദിവസം അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ നടന്നത് എങ്ങനെ? ഇങ്ങനെയായിരുന്നു. ഇനി കാൽമുട്ടിന് ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം അദ്ദേഹം നടന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇനി വാജ്പേയി പ്രസംഗിക്കുന്നത് എങ്ങനെയാണ്? സാധാരണ ഒരാൾ സ്റ്റേജിൽ നിൽക്കുന്നുണ്ട്, എല്ലാവരെയും ഇങ്ങനെ നോക്കിയതിന് ശേഷം മാത്രമാണ് ഒരു ടൈമിംഗ് ഉണ്ട്, നേരെ വരുമ്പോഴാണ് പ്രിയമുള്ളവര് എന്ന് പറയാം. വാജ്പേയി അങ്ങനെയല്ല. പിന്നെ എപ്പോഴാണ് പ്രസംഗിക്കുക എന്ന് വാജ്പേയിക്കും കൂടെ വെക്കുന്ന കരിമ്പൂച്ചകൾക്ക് പോലും അറിഞ്ഞുകൂടാ. എന്നെ ഉദ്ദേശിച്ചാണോ? തീർച്ചയായിട്ടും സാജന്റെ കളറിന് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. കരിമ്പൂച്ചകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇന്ത്യയിലുണ്ട്. ഓക്കെ, അപ്പോൾ വാജ്പേയിയുടെ പ്രസംഗം. पाकिस्तान प्रधानमंत्री नवाज शरीफ ने हमको एक पारा में चुके मैं अधिकार का कुर्सी में वापस आ गया. कारगिल यात्रा के बाद उन्होंने कारगिल में नौकरी करी है. ईश्वर ने उनको ये पारा में चुके मैं अधिकार का कुर्सी में वापस आ गया. इस समय उन्होंने कारागृह में कौतम पुंडा खाना खावा. താങ്ക് യു വെരി മച്ച്. രാജസാഹിബിന് ശേഷം സാജി കൊടിയനും വന്ന് പ്രിയപ്പെട്ട കലാകാരനെ കൂടി ഞാൻ സ്വാഗതം ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അടുത്ത